Hello students, today we will start with a new chapter, Instrumental Methods of Analysis. നിങ്ങളുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ 5th മോഡ്യൂൾ ആണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. ആ ചാപ്റ്റർ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിലബസിനകത്ത് വന്നിരിക്കുന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, flame emission spectroscopy and their applications, colorimetric techniques, spectrophotometry and laws of photometry, Beer-Lambert's law നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. applications of spectrophotometry, thermal methods of analysis like a TG, DTA and a DSC and their instrumentation and applications, then tools for measuring nanostructures, XRD, AFM, STM, SCEM and TEM. Okay, ഈ tools for measuring nanostructures എന്നുള്ളത് നിങ്ങളുടെ നാനോ സയൻസ് എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, നാനോ ടെക്നോളജിയുടെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇനി ഉണ്ടല്ലോ. അപ്പോൾ ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഇത് തന്നെ പഠിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചറും നിങ്ങൾക്കത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണിത് അല്ലേ? നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്ററായത്. ഓക്കെ, നമുക്കിനി പതുക്കെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഓക്കെ, നൗ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഇൻസ്ട്രുമെന്റൽ അനാലിസിസ്. ഓക്കെ, നമ്മൾ ഈ പേര് ഫെമിലിയർ ആണ്, ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. വളരെ ആപ്ലിക്കേഷൻ ഉള്ളൊരു ഫീൽഡാണ് ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ കെമിസ്ട്രി? This instrumental analysis is a field of analytical chemistry that investigate, analyze using scientific instruments. Okay, അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് അനലിറ്റിക്കൽ കെമിസ്ട്രി that investigate, analyze using scientific instruments. നമ്മൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വോളിയോമെട്രി, ഗ്രാവിമെട്രി, ഇതെല്ലാം നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെന്റ്സ്, പല ടൈപ്പിലുള്ള ഫിസിക്കൽ കെമിസ്ട്രി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലേ? എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി S5 ആകുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, ചിലതൊക്കെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ്, പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ് തുടങ്ങിയവയെല്ലാം നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ കുറച്ചധികം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഇൻസ്ട്രുമെന്റൽ അനാലിസിസ്, ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ വലിയൊരു ശാഖ തന്നെയാണ്. ഇപ്പോഴും ഓരോന്നിൻ്റെയും ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻസ്ട്രുമെന്റ്സിൻ്റെ അതിൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ കൂട്ടിയുള്ള ഇൻസ്ട്രുമെന്റ്സിനെ എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഫീൽഡ് ഓഫ് റിസർച്ച് ആണ് ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശാഖ തന്നെയാണ്. ഇപ്പം നാനോ കെമിസ്ട്രി ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ നാനോ സൈസിലുള്ള മെറ്റീരിയൽസിൻ്റെ സൈസും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ സ്റ്റഡി ചെയ്യണമെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ഇല്ലേ? അതുപോലെ തന്നെ ട്രേസ് എലമെന്റ്സിനെയൊക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് കൂടിയേ തീരും. അപ്പം അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിവിടെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇൻസ്ട്രുമെന്റൽ അനാലിസിസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ്, ഓഫ് കോഴ്സ്, crystallographic techniques, electrochemical analysis are there, thermal analysis are there, separation methods like chromatographic separations are there. Right? Chromatographic separation തന്നെ ഒരുപാട് ടൈപ്പിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. thin layer chromatography, high performance liquid chromatography, gas chromatography, wide applications ആണ് separation methodsനകത്തുള്ളത്. Then microscopy, etc. All these are examples of instrumental analysis. And in the present chapter we will start with the spectroscopic analysis. Okay, spectroscopic analysis നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയതായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നിക്ക് മറ്റൊരിടത്തും നിങ്ങൾ പഠിക്കാൻ വഴിയില്ല, പഠിച്ചിട്ടില്ലായിരിക്കാം. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. അത് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത്.
വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. Then what is meant by spectroscopy? Okay, എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്? Spectroscopy is a technique which deals with the transition that a molecule undergoes between its energy levels upon absorption or emission of suitable radiations. അപ്പോൾ എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്? എന്താണ്? It deals with the transition that a molecule undergoes between its energy levels upon absorption or emission of suitable radiations. കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ? എന്തുവാണ് ഈ എനർജി ലെവൽസ് എന്ന് പറയുന്നത്? ഓരോ ആറ്റത്തിനെയും അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസിനെയും എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് എനർജി ലെവൽസ് ഉണ്ട്. ഓക്കെ, നോർമലി അവരിയ്ക്കുന്ന പൊസിഷന് നമ്മൾ എന്താ പറയുന്നത്? അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും. ഗ്രൗണ്ട് സ്റ്റേറ്റ്, അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള എനർജി ലെവൽസിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. പക്ഷെ അതുകൂടാതെ അതിന് മുകളിലേക്ക് മറ്റു പല എനർജി ലെവൽസും അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചില കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം ഒരു ഇത്ര നേരം നീ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര നേരം ഇരുന്ന് ചെയ്യാൻ നിനക്കൊരു ചോക്ലേറ്റ് മേടിച്ചു തരാം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ആ കുട്ടി എന്ത് ചെയ്യും? കുറച്ച് സ്പീഡിൽ പഠിക്കും, പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും അല്ലേ? അതാണ് ഇവിടെ എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്ത് തീരുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അടുത്ത എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനൊരു സെർട്ടൻ എമൗണ്ട് ഓഫ് എനർജി കിട്ടിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് മാറി. അതുമായിട്ട് നമുക്ക് തൽക്കാലം ഇതിനെ ഒന്ന് ഉപമിക്കാം. അവിടെ ചോക്ലേറ്റ് ആണ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് ഒന്നാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്ന നിങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി നിൽക്കോ. ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്ന നിങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് താഴെ തിരിച്ചു വരുമ്പോൾ പ്രത്യേക ഒരു എനർജി ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കൂടുതൽ നേരം നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ ടെൻഡൻസി ഉള്ളത്? ഒന്ന് ഇരിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒന്ന് കിടന്നിരുന്നെങ്കിൽ എന്ന് തോന്നും കൂടുതൽ നേരം നിന്ന് കഴിയുമ്പോൾ. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ റെഡ്യൂസിങ് യുവർ എനർജി, പൊട്ടൻഷ്യൽ എനർജി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിൽ ഉള്ള ഒരു സംഭവമാണ്. വി ഹാവ് ടു റെഡ്യൂസ് അവർ എനർജി. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും വിധത്തിൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നോർമലി അവര് പുറത്തേക്ക് അല്ലെങ്കിൽ ലോവർ എനർജിയിലേക്ക് വരും ബൈ എമിറ്റിംഗ് സർട്ടൻ റേഡിയേഷൻസ്. ഓക്കെ, അപ്പം സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് ഡീൽസ് വിത്ത് ദ ട്രാൻസിഷൻസ് ദാറ്റ് എ മോളിക്യൂൾ ഓർ ആൻ ആറ്റം, ആറ്റമോ മോളിക്യൂളോ അല്ലെങ്കിൽ ഒരു മാറ്റർ നമുക്ക് ജനറൽ ആയിട്ട് കൊടുക്കാം, matter undergoes between its energy levels upon absorption or emission of suitable radiations. Okay, ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന വേറൊരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. അപ്പം നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയിൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ഓഫ് electromagnetic radiation with the matter. What are electromagnetic radiations? നമ്മൾ പല ടൈപ്പിലെ റേഡിയേഷൻ, സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ഒരു റേഡിയേഷൻ പോലെയാണ്. അൾട്രാസൗണ്ട് നമ്മൾ ട്രീറ്റ്മെന്റിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും നോർമൽ റേഡിയേഷൻസ് എന്നുള്ളതല്ല, സാധാരണ വേവ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? These radiations these are wave nature, they possess wave nature of course, but they have electric and magnetic fields perpendicular to the way of propagation. Okay, അവരുടെ way of propagation perpendicular ആയിട്ട് ഇലക്ട്രിക് കമ്പോണന്റും മാഗ്നറ്റിക് കമ്പോണന്റും ഉള്ളവരാണ് ആര്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആ ഇലക്ട്രിക് കമ്പോണന്റും മാഗ്നറ്റിക് കമ്പോണന്റും ആണ് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി ദീസ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ്. ഓക്കെ,
Electromagnetic radiations have electric and magnetic fields that are mutually perpendicular to the wave propagation. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ നമ്മളൊരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സീരീസിന് പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സീരീസ്. ഇല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ഹിയർ യു ക്യാൻ സീ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇവിടെ റേഡിയോ വേവ്സ് ഉണ്ട്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് they possess high wavelength. ഹൈ വേവ് ലെങ്ത് ആയതുകൊണ്ട് അതിന്റെ ഫ്രീക്വൻസി എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ നോക്കുക, ഗാമ റേസ് എന്ന് പറയുന്ന വേവ് ലെങ്ത് കുറവും ഫ്രീക്വൻസി കൂടുതലും. ആൻഡ് ദിസ് ഈസ് ദ ഒരു സിമ്പിൾ വേവ് റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു വേവിന് ഒരു ട്രഫ് ഉണ്ട്, ഒരു ക്രസ്റ്റ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നു. ഓക്കെ, സക്സസീവ് ക്രസ്റ്റ് അല്ലെങ്കിൽ സക്സസീവ് ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഒരു എനർജി എക്സ്പ്രഷൻ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. E is equal to h nu എന്ന് പറയുന്ന ഒരു റിലേഷൻ അല്ലേ? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ട് കൊണ്ടുവന്ന ഒരു റിലേഷൻ ആണ് E is equal to h nu എന്ന് പറയുന്ന ഒരു റിലേഷൻ. Okay, now let's see different types of spectra. നമുക്ക് രണ്ട് എനർജി ലെവൽസ് ആണ്, En എനർജിയും Em എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, En എനർജി ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലും Em എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു മോളിക്യൂള് En എനർജി ലെവലിൽ നിൽക്കുകയാണ്. അതിലേക്ക് h nu എന്ന് പറയുന്ന എനർജി കൊടുക്കുന്നു. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആറ്റത്തിലേക്കോ അല്ലെങ്കിൽ മോളിക്യൂളിലേക്കോ നമ്മൾ h nu എന്ന് പറയുന്ന എനർജി കൊടുക്കുമ്പോഴത്തേക്കും what happens? ആ മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം ഗ്രൗണ്ട് എനർജിയിൽ നിന്ന് get excited into higher energy level by absorbing this much amount of energy. Okay, അപ്പൊ ഗ്രൗണ്ട് എനർജി ലെവലിൽ നിന്ന് എക്സൈറ്റഡ് എനർജി ലെവലിലേക്ക് h nu എന്ന് പറയുന്ന എനർജി സ്വീകരിച്ചുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യുന്നു. ഈ h nu എന്ന് പറയുന്ന എനർജി എന്താണ്? ആക്ച്വലി Em മൈനസ് En. Em മൈനസ് En എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു h nu. അപ്പോൾ അത്രയും എനർജി കിട്ടി കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ് എക്സൈറ്റഡ് ടു En ലെവൽ. Okay, അപ്പം since it absorbs certain amount of energy, it is known as an absorption spectra. Okay, അപ്പം നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്ര ആണ് കിട്ടുന്നത്. കാരണം എന്താ? എനർജിയെ അബ്സോർബ് ചെയ്തിട്ടാണ് ഇവൻ എക്സൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ എക്സൈറ്റേഷൻ നടന്ന് മുകളിലെ ലെവലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ അവിടെ ഇരുന്ന് ബോറടിക്കും. അവൻ എന്ത് ചെയ്യും? പതുക്കെ ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് നോർമൽ ഓർ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഗ്രൗണ്ട് ലെവലിലോട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? അവൻ മേടിച്ച ഒരു സാധനമുണ്ട് h nu എന്ന് പറഞ്ഞ എനർജി, ആൻഡ് ഇറ്റ് വിൽ എമിറ്റ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് എനർജി. h nu എന്ന് പറഞ്ഞ എനർജി എമിറ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഗ്രൗണ്ട് എനർജി ലെവൽ. ആൻഡ് ദ സ്പെക്ട്ര റിസൾട്ട്സ് ബൈ ദ എമിഷൻ ഓഫ് ദിസ് എനർജി ഈസ് നോൺ ആസ് എമിഷൻ സ്പെക്ട്ര. ക്ലിയർ ആയല്ലോ? അപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്താണ്? ബൈ അബ്സോർബിംഗ് certain amount of energy, the molecule or the atom in the ground level get excited to its higher energy level. Okay, അപ്പം അവരെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. The spectra resulting by the absorption of energy is known as absorption spectra, whereas the spectra resulted by emission of energy is known as emission spectra. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അറ്റോമിക് സ്പെക്ട്ര. അപ്പം നമ്മൾ പറഞ്ഞു മാറ്ററിന്റെ കേസിലാണ് പറഞ്ഞത്. മാറ്റർ എന്ന് പറയുമ്പോൾ മാറ്ററിന്റെ പല ടൈപ്പിലുള്ള എനർജി ലെവൽസ് പോസിബിൾ ആണ്. അപ്പം ആറ്റംസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മളുടെ മുമ്പിലുള്ള ആറ്റംസ് ആണുള്ളതെങ്കിൽ നമുക്ക് അവരെ അറ്റോമിക് സ്പെക്ട്ര എന്ന് പറയും. മാറ്റർ എന്ന് പറയുന്നത് ആറ്റംസ് ആണ്, ആറ്റംസിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ നമ്മൾ അറ്റോമിക് സ്പെക്ട്ര എന്ന് പറയും. ആൻഡ് ദീസ് അറ്റോമിക് സ്പെക്ട്ര ആർ ജനറലി ലൈൻ സ്പെക്ട്ര. സിംഗിൾ ലൈൻസ് ആയിട്ടാണ് കിട്ടുന്നത്. കാരണം അറ്റോമിക് സ്പെക്ട്രയിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്.
അറ്റോമിക് സ്പെക്ട്രയിൽ എന്ത് ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് എനർജി ലെവൽസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ UV വിസിബിൾ റീജിയൻ. ക്ലിയർ ആയോ? UV വിസിബിൾ റീജിയനിലാണ് അറ്റോമിക് സ്പെക്ട്ര നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി എ ലൈൻ സ്പെക്ട്ര. നേരെ മറിച്ച് മോളിക്യൂൾസിന്റെ കേസ് ആണെങ്കിൽ, മോളിക്യൂൾസിനും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും കൂടെയുള്ള ഇന്ററാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ലൈൻ സ്പെക്ട്ര ആയിരിക്കത്തില്ല കിട്ടുന്നത്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബാൻഡ് സ്പെക്ട്ര ആയിട്ടാണ് കിട്ടുന്നത്. കാരണം മോളിക്കുലാർ സ്പെക്ട്ര, മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മോളിക്യൂൾസ് എന്ന് പറയുന്ന ഒന്നിലധികം ആറ്റംസ് ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ഓരോ ആറ്റത്തിന് എന്തുണ്ട്? ഓരോ എനർജി ലെവൽസ് ഉണ്ട്, ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉണ്ട്. അതുപോലെ തന്നെ മോളിക്യൂൾസിന് ഒരുപാട് ടൈപ്പിലുള്ള റൊട്ടേഷണൽ മോഷൻസ് പോസിബിൾ ആണ്, വൈബ്രേഷണൽ മോഷൻസ് പോസിബിൾ ആണ്, ന്യൂക്ലിയർ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. പല ടൈപ്പിലുള്ള മോഷൻസും എനർജി ലെവൽസും ഉള്ളവരാണ് ആര്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാ ടൈപ്പിലുള്ള മോഷൻസും നമുക്ക് ആരുടെ കേസിൽ എക്സ്പെക്ട് ചെയ്യണം? മോളിക്യൂൾസിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഒറ്റ സിംഗിൾ ലൈൻ ആയിട്ടായിരിക്കത്തില്ല മോളിക്കുലാർ സ്പെക്ട്ര കിട്ടുന്നത്. വി വിൽ ഗെറ്റ് ബാൻഡ് സ്പെക്ട്ര. ഓക്കെ, നമുക്ക് ഇപ്പം ഈ ഒരു സെമിസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആരെയാണ്? അറ്റോമിക് സ്പെക്ട്രയെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇത് അടുത്ത സെമിസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് മോളിക്കുലാർ സ്പെക്ട്ര. മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും അതും എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അറ്റോമിക് സ്പെക്ട്രയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാം. ഇനി അറ്റോമിക് സ്പെക്ട്ര മൂന്ന് ടൈപ്പിലെ നമുക്ക് പറയാം. അതായത് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, അതർവൈസ് നമുക്ക് അതിനെ അബ്രിവിയേറ്റ് ചെയ്ത് AAS എന്ന് പറയാം. Then here what happens is absorption of radiation takes place. Okay, second type is atomic emission spectroscopy. ഈ ഒരു രീതിയിൽ വരുന്നതാണ് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. സാധാരണ നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ പറയുന്നതിന് ഫ്ലെയിം എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, ഫ്ലെയിം ആയിട്ടാണ് നമുക്ക് കാണുന്നത്, അതുകൊണ്ട് ഫ്ലെയിം എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നും പറയാറുണ്ട്, FES. ഓക്കെ, ഇവിടെ എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് നടക്കുന്നത്. Then the third type is atomic fluorescence spectroscopy, AFS, which resulted by the fluorescent phenomena. Fluorescence എന്ന് പറയുന്ന മറ്റൊരു ഫിനോമിനൻ ഉണ്ട്. അതായത് ഈ ഒരു എനർജി HNO എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂളിന് കൊടുത്ത് ഇച്ചിരി പതുക്കെ വരുന്ന പ്രോസസ്സാണ് ഫ്ലൂറസെൻസ്. ഓക്കെ, അപ്പോൾ ഫ്ലൂറസെൻസിനുള്ള രീതിയിൽ നമുക്ക് അറ്റോമിക് സ്പെക്ട്ര പഠിക്കാം. അപ്പോൾ 3 ടൈപ്പിലുള്ള അറ്റോമിക് സ്പെക്ട്രാസ് ഉണ്ട്. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി or AAS. Here absorption of radiation takes place. Then atomic emission spectroscopy, ഇവിടെ എമിഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എന്ത് പറയുന്നുണ്ട്? ഫ്ലെയിം എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് അറ്റോമിക് ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി, which is resulted by the fluorescence phenomenon. നമുക്കത് പിന്നീട് പഠിച്ചാൽ മതി, ഇപ്പം നിങ്ങളുടെ സിലബസിനകത്തില്ല. ഓക്കെ, ദെൻ ഈ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഈസ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനിയുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ ഇനി AAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, ദാറ്റ് ഡിനോട്ട്സ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ദെൻ അതിന് എന്താണ് ഉള്ളതെന്ന് പറഞ്ഞത്? ഹൈ സെൻസിറ്റിവിറ്റി ഉള്ളവരാണ് ഇതെന്ന് പറയുന്നത്. Okay, then we will get these techniques have high sensitivity as the associated spectral transitions are characterized by narrow lines and large changes in dipole moments. Hence the techniques find extensive use in quantitative as well as in qualitative analysis of elements, particularly at a low concentration. അത് വലിയൊരു ആപ്ലിക്കേഷൻ ആണ്. ഇവരുടെ അറ്റോമിക് അബ്സോർപ്ഷന്റെ ഇതെന്ന് പറയുന്നത് നാരോ ലൈൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഹൈ സെൻസിറ്റിവിറ്റി ആണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമുക്ക് ക്വാളിറ്റി, അതായത് ഏതൊക്കെ എലമെന്റ്സ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
നിങ്ങൾ ഇപ്പം സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ കാറ്റയോൺ അനയോൺ അനാലിസിസ് നടത്തി. അതെന്ന് പറയുന്നത് ഏത് അനയോൺ ആണ് ഏത് കാറ്റയോൺ ആണെന്നാണ് കണ്ടുപിടിച്ചത്. അത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനകത്ത് വരുന്നത്. വോളിയോമെട്രിക് അനാലിസിസും ഗ്രാവിമെട്രിക് അനാലിസിസും എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് എക്സാമ്പിളാണ്. അപ്പോൾ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ക്വാളിറ്റേറ്റീവ് ആപ്ലിക്കേഷനും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്ലിക്കേഷൻസും ഉണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമുള്ള മെറ്റൽസ് പോലും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് the spectra are obtained from gaseous atoms or ions produced by suitable heat treatment of samples. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അറ്റോമിക് അബ്സോർപ്ഷൻ ആയിക്കോട്ടെ ഫ്ലെയിം എമിഷൻ ആയിക്കോട്ടെ, നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നമ്മളുടെ സാമ്പിളിനെ നമ്മൾ ഗേഷ്യസ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരണം, അറ്റോമിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന ശേഷമേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇനി അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഒക്കെയുള്ളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ രണ്ട് എനർജി ലെവൽ കൊടുത്തിട്ടുണ്ട്, EN ആൻഡ് EM. നമ്മൾ നേരത്തെ കൊടുത്തിരുന്നതാണ് രണ്ട് എനർജി ലെവൽ. ഇവിടെ ഒരു ആറ്റം ഇരിപ്പുണ്ട്. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ആയതുകൊണ്ട് നമ്മൾ ഇനി ആറ്റത്തിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. ഇനി മോളിക്യൂൾസ് ഒന്നും ഇല്ല, നമുക്ക് ആരെ മാത്രമേ നോക്കുന്നുള്ളൂ, ആറ്റത്തിനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, now if a solution containing a metallic salt or metallic compound is aspirated into a flame, a vapor which contains atoms of the metal may be formed. The ground state atoms are capable of absorbing radiant energy of their own specific resonance wavelength and get excited. The extent of absorption will be proportional to the number of ground state atoms present in the flame. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, നമ്മുടെ സൊല്യൂഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ വാട്ടർ സാമ്പിൾ എടുക്കുക, നിങ്ങളോട് പറയാ ഡിറ്റർമിൻ ദ അയൺ കണ്ടന്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ വാട്ടർ സാമ്പിൾ. അപ്പോൾ എന്താ എടുക്കുന്ന, നിങ്ങളായ വാട്ടർ സാമ്പിൾ വാട്ടർ സൊല്യൂഷൻ എടുക്കുക, അല്ലെങ്കിൽ വാട്ടർ സാമ്പിൾ എടുത്തു, അതിനകത്തുള്ള അയൺ കണ്ടന്റിനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനെ ആദ്യം എന്താക്കി മാറ്റണം, വേപ്പർ ഫേസിലേക്ക് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലോട്ട് മാറ്റണം. ഗേഷ്യസ് ഫോമിലോട്ട് മാറ്റിയിട്ട് പിന്നെ അതിന്റെ അയണൈസ് ചെയ്തെടുക്കുകയും വേണം, അതായത് അറ്റോമൈസ് ചെയ്തെടുക്കുകയും വേണം, ആറ്റംസ് ആയിട്ട് മാറ്റണം. ഓക്കെ, ഇനി അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നെബുലൈസർ എന്ന് പറയുന്നൊരു പ്രോസസ് ഉണ്ട്, നെബുലൈസേഷൻ എന്ന് പറയുന്നത്. നെബുലൈസ് ചെയ്ത് വളരെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റി അതിനെ ഫ്ലെയിം ഉപയോഗിച്ച് വേപ്പറൈസ് ചെയ്യും. വേപ്പറൈസ് ചെയ്ത് ഫോളോഡ് ബൈ ആറ്റോമൈസേഷനും കൂടെ ഒരുമിച്ച് നടക്കും. ഫ്ലെയിമിന്റെ ഉപയോഗം അതാ. അപ്പൊ ഗേഷ്യസ് ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ അറ്റമൈസ് ചെയ്തിട്ട് ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ആ ആറ്റംസ് ആയിട്ട് നിൽക്കുന്ന ഇതാണ് നിൽക്കുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് ആയിട്ട് നിൽക്കുക ഫ്ലെയിമിൽ. അപ്പോഴാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, ഞാനൊരു എനർജീസ് കൊടുക്കും. ഹോളോ കാത്തോഡ് ലാമ്പ് എന്ന് പറഞ്ഞൊരു ലാമ്പ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ എനർജി കൊടുക്കും. ഈ പർട്ടിക്കുലർ എനർജി എന്ന് പറയുന്നത് എന്താണ്, അയണിന് എക്സൈറ്റേഷന് വേണ്ടുന്ന എനർജിയാണ് ഞാൻ കൊടുക്കുന്നത്. അയണിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടുന്ന എനർജി ഞാൻ ഇവിടുന്ന് കൊടുക്കും. അപ്പൊ നിങ്ങളോട് ആവശ്യപ്പെട്ട എന്താണ്, അയണിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പം അയണിന്റെ എക്സൈറ്റേഷന് വേണ്ടുന്ന എനർജി ഞാൻ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, ഈ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആറ്റം ഗെറ്റ് എക്സൈറ്റഡ് ടു ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. മനസ്സിലായല്ലോ? അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അത് പോയി ബൈ അബ്സോർബിങ് h new amount of energy. അല്ലേ? അതാണ് their own specific wavelength എന്ന specific resonance wavelength എന്ന് പറഞ്ഞ് EM മൈനസ് EN എന്ന് പറയുന്നതാണ് അതിന്റെ എന്ത് സ്പെസിഫിക് റെസൊണൻസ് വേവ് ലെങ്ത്. അപ്പം
അത് കൊടുക്കുന്ന ഇതിൽ കൂടിയാണ് നമ്മളൊരു ഹോളോ കാത്തോഡ് ലാമ്പിലേക്ക് കൂടിയാണ് നമ്മളത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യും. The extent of absorption will be proportional to the number of ground state atoms present in the flame. Okay, നോക്കിക്കേ എന്താണ് നോക്കാം, ആ ഒരു റിലേഷൻ നോക്കാം. In atomic absorption, absorbance നമുക്ക് ഒബ്സർവേഷൻ കിട്ടുന്ന absorbance A is equal to log I0 by IT is equal to KLN0. ഇവിടെ I0 എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, ഇതിനെയൊക്കെ കൊടുക്കുന്ന H nu എന്ന് പറയുന്ന എനർജിയാണ്. I0 ഇന്റൻസിറ്റി ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇന്റൻസിറ്റി ആണ് നോക്കുന്നത്. ആൻഡ് IT is the intensity of transmitted light. Okay, then which is equal to KLN0, where N0 is the number of concentration of atoms in the flame, that is the number of atoms per milliliter, and L is the path length through the flame, which is expressed in centimeter, and K a constant related to the absorption coefficient. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ടേം ഉണ്ട്, I0 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. I0 എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ആണ്. എന്താണ്, വാട്ട് ഈസ് ദ, is there any relation between intensity and energy? നമുക്ക് നോർമൽ പറയുവാണെങ്കിൽ നമുക്ക് ഇന്റൻസിറ്റിയും എനർജിയും തമ്മിൽ വലിയ ഇതൊന്നുമില്ല. കാരണം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, ഹൈലി ഇന്റൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റേഡിയേഷൻ ഇൻസിഡന്റ് ഇൻ യൂണിറ്റ് ഏരിയ, അതാണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അത് ഒരിക്കലും അത് എനർജിയുമായിട്ട് റിലേറ്റഡ് അല്ല. ഹൈ ഇന്റൻസ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരുപാട് റേസ് ഒരുമിച്ച് വന്ന് പതിക്കുമ്പോഴാണ് നമ്മൾ ഇന്റൻസിറ്റി കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്റൻസിറ്റി ഒരുപാട് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് എനർജിയിൽ വ്യത്യാസം വരണമെന്നില്ല. മനസ്സിലായോ? എനർജിയും ഇന്റൻസിറ്റിയും രണ്ടും രണ്ട് ടേംസ് ആണ്. എനർജി എന്ന് പറയുന്നത് ഒരിക്കലും ഇന്റൻസിറ്റി ആയിട്ട് ഒരിക്കലും എന്നുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇന്റൻസിറ്റി കൂടുതലെന്ന് പറഞ്ഞിട്ട് എനർജി കൂടുതലാകത്തില്ല. ക്ലിയർ ആയോ? അപ്പം ആ ഒരു ടേം മനസ്സിലാക്കിക്കോണം. I0 IT, ഇപ്പം നമുക്ക് എത്രമാത്രം ഈ വാട്ടർ സാമ്പിളിനകത്ത് എത്രമാത്രം അയൺ ഉണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, I0 എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആ I0 കൊടുത്തപ്പോൾ അതിന്റെ കുറേ എണ്ണം, അതായത് വാട്ടർ സാമ്പിളിനകത്ത് എത്രമാത്രം അയൺ ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് അതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യും, കടത്തിവിടും. അതാണ് IT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് I0 മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, IT മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അബ്സോർബൻസ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ഇത് അബ്സോർബ് ചെയ്തു പോയി, അതാണ് N0 എന്നുള്ള നമ്പറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അബ്സോർബൻസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാമെങ്കിൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റും, N0യും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ഇത്രയാണ് നമ്മളുടെ ഇപ്പൊ ഇതിന്റെ റൈറ്റ് ഡൗൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ഇത്രയും കണ്ടന്റ് നിങ്ങൾ എക്സാമിനേഷന് എഴുതിയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി വിത്ത് ഫിഗർ നിങ്ങളത് നോട്ട് ചെയ്തിരിക്കണം. അപ്പം താഴെയായിരുന്നു ഇത്, ഓർത്താണ് മോളിക്യൂള് ആറ്റം താഴെയായിരുന്നു, അത് എക്സൈറ്റ് ചെയ്തിട്ടാണ് EMലേക്ക് പോയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് നമുക്ക് അടുത്തായിട്ടുള്ളത്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ദിസ് സെഷൻ. നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. So thank you for listening. Have a wonderful day.